ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചായക്ക് നൂഡിൽസ് ആണ് ഉണ്ടാക്കുന്നത്. മാഗി നൂഡിൽസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് മിക്കപ്പോഴും നമ്മൾ ഉണ്ടാക്കാറുള്ളൊരു ഐറ്റം തന്നെയാണ്. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വളരെ ഇഷ്ടമാണ്. അതുങ്ങൾ തന്നെ ഉള്ളപ്പോഴും അതുങ്ങൾ തന്നെ വേവിച്ചൊക്കെ കഴിക്കുന്ന ഒരു നൂഡിൽസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും അതൊന്ന് വീഡിയോ കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. അവനിവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് കേട്ടോ. അവന് ഡെങ്കു ഫീവറായിട്ട് അവൻ 2 ദിവസമായിട്ട് ഹോസ്പിറ്റലിലുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവന് ഫുഡ് കഴിക്കാനൊന്നും കഴിക്കുന്നതെല്ലാം കുഞ്ഞാണല്ലോ, ഛർദ്ദിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നാണിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ ഒന്ന് ഫുഡ് കഴിച്ചൊന്ന് തുടങ്ങിയത്. അപ്പോൾ എന്തായാലും കഴിച്ചപ്പോൾ ആളുടെ ഒരു ഇഷ്ടം പറഞ്ഞത് മാഗി നൂഡിൽസ് കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പാക്കറ്റ് ഫുഡ് നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും അല്ലാണ്ടുമൊക്കെ കുഞ്ഞുങ്ങൾക്കത് അത്രയും നമ്മൾ പ്രിഫർ ചെയ്യാറില്ല. എങ്കിൽ കൂടിയും എന്താ പറയുക, അതുങ്ങളുടെ ആ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ കഴിക്കുക ഒന്നുമില്ല അതുങ്ങൾക്ക് ആ ഒരു ഇഷ്ടം, ആ ഒരു പനിയുള്ള സമയത്ത് നമുക്ക് അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ വലിയ ആളുകളാണെങ്കിലും പനിയുള്ള സമയത്തൊക്കെ നമുക്ക് ബിരിയാണിയൊക്കെ കഴിക്കാൻ തോന്നാറുണ്ട്. എനിക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട് കേട്ടോ. പനി പിടിച്ചെടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ആ ഒരു ഫുഡൊക്കെ ആയിരിക്കും നമുക്ക് കഴിക്കണം എന്ന് തോന്നുക. അപ്പോൾ എന്തായാലും കുഞ്ഞുങ്ങളുടെ കാര്യം അപ്പോൾ പറയണ്ടല്ലോ, അതുങ്ങൾക്ക് ആ ഒരു സമയത്ത് പല രീതിയിലുള്ള ഫുഡൊക്കെ കഴിക്കാൻ തോന്നും. അപ്പോൾ എന്തായാലും അവന് വേണ്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് വെജിറ്റബിൾസും മുട്ടയും എല്ലാം ചേർക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ അതൊന്നും ചേർക്കാറില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ കുട്ടികളാണെങ്കിലും ഒറ്റയ്ക്ക് ഉണ്ടാക്കുമ്പോൾ അതിൽ ആ ഒരു മാഗിയുടെ ഇതും അതുപോലെ തന്നെ അതിൻ്റെ മസാലയും മാത്രമായിട്ടാണ് അതുങ്ങൾക്ക് ചെയ്തു കൊടുക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് സ്പെഷ്യലായിട്ട് വെജിറ്റബിൾസ് എല്ലാം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പണ്ടൊക്കെ ഞങ്ങൾ ഈ നൂഡിൽസൊക്കെ ഇറങ്ങിയ സമയത്തൊക്കെ, എൻ്റെ ചെറുപ്പത്തിലേന്ന് പറയാം, നൂഡിൽസൊക്കെ ആ മാഗി നൂഡിൽസിൻ്റെ ആ ഒരു പരസ്യമൊക്കെ ടി വിയിൽ വന്ന് നമ്മൾ എന്താണെന്ന് പോലും അറിയാത്തൊരു കാലം എനിക്കുണ്ടായിരുന്നു. ഈ നൂഡിൽസൊക്കെ കഴിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നൊന്നും ഞാനൊക്കെ കുഞ്ഞായിരുന്നു, എൻ്റെ അമ്മയ്ക്കൊന്നും അറിയില്ല കേട്ടോ. നമ്മുടെ അമ്മമാർക്കൊന്നും അന്നൊന്നും ഈ നൂഡിൽസിൻ്റെ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ആദ്യമായിട്ട് അച്ഛനോട് നൂഡിൽസ് വേണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ നൂഡിൽസിൻ്റെ ഒരു ചെറിയൊരു പാക്കറ്റായിരുന്നു. അത് മാഗി തന്നെയായിരുന്നു കേട്ടോ. മാഗിയാണ് അന്നത്തെ ഒരു കമ്പനി ഇറക്കിയിരുന്നത്. വേറെ അതിന് ശേഷമാണ് ഇപ്പോൾ ഒത്തിരി ബ്രാൻഡുകളൊക്കെ വന്നത്. അന്ന് ആദ്യം എൻ്റെ ഓർമ്മയിൽ മാഗിയാണ് ഉള്ളത്. അപ്പോൾ അച്ഛനത് വാങ്ങിയിട്ട് വന്നു. അപ്പോൾ അന്ന് എൻ്റെ ഓർമ്മയിൽ അതുള്ള കാര്യം വേറെ ഒന്നുമല്ല, നമ്മളിങ്ങനെ വെള്ളം തിളപ്പിച്ച് വെച്ചു. അതിന് ശേഷം അതിലുണ്ടായിരുന്ന ആ ഒരു പീസ് നമ്മൾ വെള്ളത്തിലോട്ട് ഇട്ടു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ മസാല ഉള്ള വിവരം നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ. കാര്യം നമ്മൾ ഇതിന് മുന്നേ ഒന്നും അത് കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വെറുതെ, ഞാനും എൻ്റെ ചേച്ചിയും കൂടിയിട്ട് വെള്ളത്തിൽ അത് മാത്രം ഒന്ന് തിളപ്പിച്ചിട്ട് നമ്മളതിൽ നിന്ന് നൂഡിൽസ് എടുത്തിട്ട് കഴിച്ച് നോക്കി. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതാണോ ഇത്ര വലിയ ടേസ്റ്റ് എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനോ കാര്യങ്ങളോ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ എൻ്റെ മക്കളോട് അതെല്ലാം ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. നമ്മളുടെ ആ ഒരു മെമ്മറീസൊക്കെ നമ്മൾ അവരോട് ഷെയർ ചെയ്യുമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് ആ നൂഡിൽസ് അതിലിട്ട് വേവിച്ചിട്ട് അതൊന്ന് അരിച്ച് മാറ്റുകയാണ് കേട്ടോ ചെയ്യണേ. എന്നിട്ട് സെപ്പറേറ്റ് ഇപ്പുറത്ത് ഞാൻ വെജിറ്റബിൾസും എല്ലാം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. അതിൽ കുറച്ച് സവാള ഇട്ടു, ക്യാരറ്റും കുറച്ച് അരിഞ്ഞതിട്ടു. അത് ഒരുപാട് അങ്ങ് വാടിയൊന്നും പോകേണ്ട ആവശ്യമില്ല. ലേശം ആ വെജിറ്റബിൾസിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലോട്ട് മാഗിയിൽ ഒരു മസാല അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട്, അപ്പം 3 പാക്കറ്റ് ഞാൻ അതിൽ ചേർക്കുന്നുണ്ട്. 3 ആ ഒരു പീസായിരുന്നു ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ അതും അതിൽ ചേർത്തിട്ട് അത് ഒരുപാട് അങ്ങ് വാടുകയൊന്നും വേണ്ട, ഒന്ന് ഇതായാൽ മാത്രം മതി കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആ ഒരു മാഗി നൂഡിൽസ് ഒന്ന് ആ വേവൊക്കെ നോക്കിയിട്ടൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. ചിലപ്പോൾ ഞാൻ വെള്ളം വറ്റിച്ചൊക്കെ എടുക്കാറുണ്ട്. ആവശ്യത്തിന് മാത്രം വെള്ളം വെച്ച് കഴിഞ്ഞാൽ സാധാരണ നോർമലി ഞാൻ വെള്ളം വറ്റിച്ച് കുറച്ച് സൂപ്പി ടൈപ്പായിട്ടൊക്കെ ഞാൻ മാഗി നൂഡിൽസ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ അങ്ങനെയല്ല, എഗ്ഗ് ചേർക്കുന്നതുകൊണ്ടിട്ട് അതിൽ അരിച്ചാണ് എടുക്കുന്നത്. അങ്ങനെ അതെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്യാം ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ വന്നു. ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് നേരത്തെ വരണം എന്ന് പറഞ്ഞ കാരണം ആൾ നേരത്തെ വന്നിട്ട് ഇന്ന് എനിക്ക് ക്യാമറ എടുത്തു തരുന്ന ശ്യാമാണ് കേട്ടോ. ശ്യാം ക്യാമറ എടുക്കുമ്പോഴൊക്കെ എല്ലാം എന്താ പറയുക, ഉള്ളി അരിയുന്നതും എല്ലാം അങ്ങനെ എടുക്കും. കണ്ണമ്മോനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നു. പക്ഷേ ക്യാമറ എടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ആൾ വേഗം പോയി. ആൾക്ക് ക്യാമറയിൽ വരാനായിട്ട് വലിയ താല്പര്യമില്ലാത്ത കാരണം ആളങ്ങ് പോയിട്ടോ. കുഞ്ഞു സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് ആൾ. പക്ഷേ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ പുള്ളി അങ്ങ് അടുക്കളയിലോട്ടൊന്നും വരില്ല. പുള്ളി കണ്ണാടിയുടെ മുമ്പിലായിരിക്കും. സാധാരണ പെൺകുട്ടികളെല്ലാവരും അങ്ങനെയാണല്ലോ. കണ്ണാടിയുടെ മുമ്പിൽ എൻ്റെ ഫോണിൽ പാട്ടൊക്കെ വെച്ച ആൾ ഡാൻസാണ് കേട്ടോ. അങ്ങനെ അത് ഞാൻ ഈ നൂഡിൽസ് ഉണ്ടാക്കണ വിവരം ആൾ അറിഞ്ഞിട്ടില്ല. ആൾ നല്ല ഡാൻസ് അവിടെ റൂമിൽ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇതിലോട്ട് ആ മിക്സിലോട്ട് 2 മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചിട്ട് അതൊന്ന് നല്ല പോലെ ഒന്ന് ചിക്കി ഒന്ന് നല്ല ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളമെല്ലാം നല്ല പോലെ പോകണം. നൂഡിൽസ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കിട്ടും കേട്ടോ നമുക്ക്. എന്നിട്ട് അതുകൂടി അങ്ങോട്ട് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ സാധാരണ നോർമലി നൂഡിൽസ് ഉണ്ടാക്കുന്ന പോലെ. പിന്നെ ഇതിൽ ആ ഒരു മാഗിയുടെ മസാലയുടെ ആ ഒരു ടേസ്റ്റ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും.
അതൊന്ന് ഈ നൂഡിൽസ് ഇളക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കടകളിൽ ഇളക്കുന്ന അത്രയും ഇതിൽ നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് ശ്യാം ഇവിടെ ഇരുന്ന് പറഞ്ഞു, എടി അങ്ങനെയല്ല ഇളക്കുന്നതെന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. 2 കയ്യിൽ ഉപയോഗിച്ചിട്ട് വേണം അത് ഇളക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനത് ഒന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഇതുപോലെ അല്ലല്ലോ. പിന്നെ ഞാൻ പാക്കറ്റിൽ നമ്മൾ സാധാരണ നൂഡിൽസൊക്കെ, അതായത് മാഗി അല്ലാത്ത നമ്മളുടെ നൂഡിൽസ് വാങ്ങിച്ചിട്ട് ചെയ്യുമ്പോഴും ഞാൻ ഇതിന് മുന്നേ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് ചെയ്തപ്പോഴും അങ്ങനെയാണ്. പിന്നെ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു പാത്രം കുറച്ച് ചെറുതായി പോയി കേട്ടോ. അപ്പോൾ അങ്ങ് കറക്റ്റായിട്ട് എനിക്ക് ആ ഒരു രീതിയിൽ അങ്ങ് ഇളക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ശ്യാം പറഞ്ഞ പോലെ തന്നെ ഞാൻ പിന്നെ ലാസ്റ്റ് 2 കയ്യിലെടുത്തിട്ട് അങ്ങ് ഇളക്കാൻ നോക്കി. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടി കേട്ടോ. പറഞ്ഞ ഏതായാലും ശരി തന്നെയാണ്. ഞാൻ 2 കയ്യിലെടുത്തിട്ട് ഇളക്കി അങ്ങനെ എല്ലാം കറക്റ്റായിട്ടൊക്കെ റെഡിയാക്കി കേട്ടോ. അങ്ങനെ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും എനിക്ക് നൂഡിൽസിനോടൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. എങ്കിലും എനിക്ക് ആ ഒരു ടേസ്റ്റൊക്കെ കുറച്ചൊക്കെ കഴിക്കുന്നതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എൻ്റെ മക്കൾ ഇതിന് അഡിക്റ്റാണെന്ന് വേണം പറയാൻ. പക്ഷേ ഞാൻ അധികം അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല കേട്ടോ ഈ ഫുഡൊന്നും കഴിക്കാനായിട്ട്. പിന്നെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കുറച്ചൊക്കെ ഇടയ്ക്ക് വെച്ച് കൊടുക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാര്യം ആ ഒരു വെജിറ്റബിൾസൊക്കെ ഉള്ള ക്യാരറ്റ് കഴിക്കാത്ത എൻ്റെ കുഞ്ഞും അങ്ങനെ കഴിക്കില്ല ക്യാരറ്റൊന്നും. പക്ഷേ ഇതിൽ ആൾ കഴിച്ചോളും. അപ്പോൾ ഞാനങ്ങനെ വിളിച്ച് ആൾക്കും മോനുള്ളത് ഹോസ്പിറ്റലിലേക്കുള്ളത് ഞാൻ കൊടുത്തു വിട്ടു കേട്ടോ. ശ്യാമിൻ്റെ കയ്യിൽ പാഴ്സൽ ചെയ്ത് കൊടുത്തു വിട്ടു. എന്നിട്ട് ബാക്കി കുഞ്ഞുനും കണ്ണനും എടുത്തു കൊടുത്തു. ഞാനങ്ങനെ അധികം കഴിക്കുന്നില്ല, കാരണം എങ്കിലും ഒരു കുറച്ച് ഞാൻ കഴിച്ചു. ആ ഒരു ടേസ്റ്റൊക്കെ നോക്കണമല്ലോ. പിന്നെ എനിക്ക് വൈകിട്ടൊരു ചായ പതിവാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു ചായ കുടിക്കണം എന്ന് തോന്നി. ഞാനങ്ങനെ ചായ ഒക്കെ റെഡിയാക്കി, അതും ഒക്കെ ഒന്ന് പഞ്ചസാരയൊക്കെ ഇട്ട് റെഡിയാക്കി അതൊന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും ശ്യാം എത്തുമല്ലോ. അങ്ങനെ പിന്നെ വിളക്കൊന്നും കത്തിക്കാനുള്ള ഒരു സമയമൊക്കെ ആവണേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഞാൻ ചായയൊക്കെ കുടിച്ചൊന്ന് റെസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്കങ്ങനെ വലിയ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. രാവിലെ തന്നെ എല്ലാ പണികളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ആ ഒരു ഈവനിങ്ങിലുള്ള ആ ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നത്. ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മളങ്ങനെ വീഡിയോസൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല. എങ്കിലും നിങ്ങളാരും മറന്നു പോകരുത്. നമ്മൾ 2 ദിവസം കൂടുമ്പോഴൊക്കെ കറക്റ്റായിട്ട് തന്നെ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനങ്ങനെ വഴി കൂടി പോണവരുടെയും വരുന്നവരുടെ എല്ലാം എണ്ണമൊക്കെ എടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. എന്തായാലും ഇന്നത്തേക്ക് ടാറ്റ, ബൈ ബൈ, സി യു.